ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. പുതിയ സീസണിനെ വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് റയൽ മാഡ്രിഡ് നോക്കിക്കാണുന്നത്. ഹൊസെ മൊറീഞ്ഞോ തിരിച്ചെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് സൂപ്പർ താരങ്ങളെ റയൽ സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ശക്തമായ തിരിച്ചുവരവ് ഈ സീസണിൽ റയലിന് നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ യാസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് മൊറീഞ്ഞോയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ 6 പേർ മാത്രമാണ് ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മിക്കവാറും മൊറീഞ്ഞോ 4-2-3-1 ഈ ഫോർമേഷനിലായിരിക്കും കളിപ്പിക്കുക. കിലിയൻ എംബപ്പയ്ക്ക് സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം ഉറപ്പാണ്. സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് കിലിയൻ എംബപ്പെ കളിച്ചേക്കും. അതുപോലെ തന്നെ യാൻ ഡിയോമണ്ടെ അദ്ദേഹത്തെ റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ട് പരിശീലകൻ ഉപയോഗപ്പെടുത്തും. അദ്ദേഹത്തിനും സ്ഥാനം ഉറപ്പാണ്. കൂടാതെ വിനീഷ്യസ് ജൂനിയർക്കും സ്ഥാനം ഉറപ്പാണ്. ലെഫ്റ്റ് വിങ്ങർ ആയിക്കൊണ്ടായിരിക്കും വിനീഷ്യസ് ജൂനിയർ കളിക്കുക. ജൂഡ് ബെല്ലിംഗ്ഹാം നമ്പർ 10 റോളിൽ അദ്ദേഹം കളിക്കും. അഥവാ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലായിരിക്കും ജൂഡ് ബെല്ലിംഗ്ഹാം കളിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് മാർക്ക് കുക്കുറയ്യ, ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തിബൌട്ട് കോർട്ടുവ. ഇങ്ങനെ ഈ 6 താരങ്ങൾക്കാണ് സ്റ്റാർട്ടിംഗ് 11-ൽ ഇപ്പോൾ സ്ഥാനം ഉറപ്പുള്ളത്. ഇനി മധ്യനിരയിൽ അപ്പോൾ 2 സ്പോട്ടുകൾ ഒഴിവാണ്, ബാക്കിയുണ്ട്. അതിനുവേണ്ടി ചുവാമെനി, ബെർണാഡോ സിൽവ, ഫെഡെ വാൽവെർദെ ഈ 3 താരങ്ങൾ ഫൈറ്റ് ചെയ്യും. ഈ 3 താരങ്ങളിൽ ഏതെങ്കിലും 2 താരങ്ങളായിരിക്കും ആ മിഡ്ഫീൽഡ് സ്പോട്ട് ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷനിൽ 2 സ്പോട്ടുകൾ ഒഴിവുണ്ട്. അതിനുവേണ്ടി ഹുയിസൺ, കൊനാറ്റെ, റൂഡിഗർ എന്നിവർ ഫൈറ്റ് ചെയ്യും. എഡർ മിലിറ്റാവോ തിരിച്ചു വന്നാൽ അദ്ദേഹവും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും. ഈ 4 താരങ്ങളിൽ 2 താരങ്ങൾക്കാണ് അവിടെ സ്പോട്ട് ലഭിക്കുക. ആരെ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷൻ മൊറീഞ്ഞോ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡംഫ്രിസ്, ട്രെന്റ്, അലക്സാണ്ടർ അർണോൾഡ് ഈ 2 താരങ്ങളും ഫൈറ്റ് ചെയ്യും എന്നാണ് യാസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും 6 താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പൊസിഷനുകളിൽ ഏതൊക്കെ താരങ്ങളെ മൊറീഞ്ഞോ ഉപയോഗപ്പെടുത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.